ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് ടേസ്റ്റ് ബഡ്സ്. ഇതിപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ആലു പറാഠ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിനെ സ്മാഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് കയറാം. ഇതാണ് 1/4 ടീസ്പൂൺ അയമോദകം. അയമോദകം ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങൊക്കെ അല്ലേ, നമുക്ക് ഗ്യാസ് കയറാതിരിക്കണം. ഇനി ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ തിരുമ്മിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനത്തെ ഇടുക. ഉപ്പ് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇത് ശരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് തന്നെ കുഴയ്ക്കാം. പക്ഷേ ഇത് ഒത്തിരി സോഫ്റ്റ് ആകരുത്, കുറച്ചൊരു ഹാർഡായിട്ട് സ്റ്റിഫായിട്ടിരിക്കുന്ന ഡോ റെഡിയാണ്. കുറച്ച് ഹാർഡായിട്ട് വേണം അത്ര. ഇത് നമ്മളുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഡോ റെഡിയാണ്. കുറച്ച് ഹാർഡായിട്ട് തന്നെ വേണം, ചപ്പാത്തിയുടെ അത്ര സോഫ്റ്റ് ആകരുത്. കാരണം ഇതിന് നമുക്ക് സ്റ്റഫിങ് വെച്ചിട്ട് പരത്താന്നുള്ളത്. ഇതൊരു 10 മിനിറ്റ് സെറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഇത് തണുത്ത കാരണത്താലുണ്ട് എത്ര എളുപ്പം നമുക്ക് തൊലി കിട്ടും നമ്മുടെ കയ്യിൽ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ എനിക്ക് ഉടയ്ക്കാനായിട്ട് ഞാൻ തപ്പിയിട്ട് വേറൊരു സാധനം കിട്ടിയില്ല, അത് കാരണത്തല്ല ഇതുകൊണ്ട് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടായാലും സ്മാഷ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട്. ഇനി ബാക്കി പ്രോസസ്സും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമ്മൾ അതിനകത്ത് ഇടുന്നത് 1/4 ടീസ്പൂൺ ജീരകം. അതിനകത്തിടുന്നത് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലീസിൻ്റെ പേസ്റ്റ്. നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഏകദേശം പച്ച കുത്ത് മാറി കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് 1 ഉള്ളിയാണ്, നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിനെ കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം, ഒരു ട്രാൻസ്ലൂസൻ്റ് ആവുന്നവരെ. ഇനി ഇതിനകത്ത് 1 സ്പൂൺ മല്ലിപ്പൊടി അതിന് മൂപ്പിച്ചെടുക്കാം. ഇതാണ് 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കശ്മീരി ചില്ലി പൗഡറാണ്. അത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഇതും ഇല്ലാത്തതാണ്. നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി ഇതിനെ കൂടെ മൂപ്പിച്ചെടുക്കാം. പിന്നെ 1 തരി മഞ്ഞൾപ്പൊടി. ഇതാണ് 1/4 ടീസ്പൂൺ മസാലപ്പൊടി. അതും കൂടി ഇട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇനിയാണ് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിനകത്തിട്ടെടുക്കുന്നത്. പിന്നെ എല്ലാത്തിനും ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഹിമാലയൻ സോൾട്ട്. അത് 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം കുറച്ച്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രയും അത് ഇങ്ങനെ ഉടച്ചുടച്ചെടുക്കണം. ഇത് ശരിക്കും മിക്സായിട്ട് വേണം കിട്ടാനായിട്ട്. ഇതിപ്പം നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. വലിയൊരു ഉരുളെടുക്കുക, എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് പരത്തണം. ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഫില്ല് ചെയ്യുക. ഇതുണ്ടോ, ഇതിനകത്ത് ആട്ട ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ ഇതൊന്ന് ചാടി വരും വെളിയിലോട്ട്. ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് പതുക്കെ അതിനെ ഇങ്ങനെ കവർ ചെയ്യുക. നമ്മൾ ശരിക്കും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യത്തില്ലേ, അതുപോലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് എക്സസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെടുത്തൊന്ന് മാറ്റിക്കുക. കാരണം അത് പരത്തി കഴിയുമ്പോഴല്ലെങ്കിൽ ശരിയാവത്തില്ല. എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഒന്ന് നോക്കി വെച്ചിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അകത്തുള്ള ഫില്ലിങ്ങൊക്കെ ശരിക്കും ഈ എൻഡിലേക്കൊക്കെ വരത്തുള്ളൂ. പിന്നെ പതുക്കെ പരത്തിയെടുക്കുക. പരത്തുന്നത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കുക. അമ്മയ്ക്ക് പരത്തിയിട്ടുണ്ടെങ്കിൽ പൊട്ടി നാശകോശം. പതുക്കെ പരത്താം. ഞാൻ കാണിച്ചത് എങ്ങനെ പരത്തുന്നെന്ന്. പൊടി കൂടെ ഇതിൽ വെച്ചിട്ട്
ഇതിങ്ങനെ പതുക്കെ പരത്താം. നിങ്ങൾ എത്രത്തോളം എക്സ്പേർട്ടാണെന്നുള്ളത് നിങ്ങളുടെ ചപ്പാത്തി ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ എത്രത്തോളം കനം കുറച്ചുണ്ടാക്കുന്നോ അത്രയും എളുപ്പം അത് ഗ്യാസിൽ കിടന്ന് തന്നെ പൊങ്ങി വരും. ഇന്നത് പറാട്ടയാണെന്നാലും പറയത്തില്ല, ചപ്പാത്തി പൊങ്ങി വരുന്നത് ഫുൽക്ക പൊങ്ങി വരത്തില്ലേ, അതുപോലെ അത് പൊങ്ങി വന്നോളും. പരത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിന് പുതുക്കെ എടുത്തിട്ട് തവിയുടെ മുകളിലോട്ടിടാം. ഇട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. കൈ പൊള്ളിക്കരുത്, ഇതൊക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ചിടും. ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ചെറുതായിട്ട് അതിങ്ങനെ പൊള്ളി വരുന്നുണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊള്ളി വരും. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒന്ന് അംചൂർ പൗഡർ, അതായത് മാങ്ങ പൊടി, പിന്നെ രണ്ടാമത്തേത് മല്ലിയില, ഇത് രണ്ടും കൂടി ഇടണം. ഞാൻ ചടാപടിയൊന്നും ഉണ്ടാക്കിയതാണ്, അത് കാരണത്തിൽ ഈ രണ്ട് സാധനം ഞാൻ ഇട്ടിട്ടില്ല. അത് രണ്ടും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിനെ ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ചെയ്യാനായിട്ട്. ഇതെല്ലാം നമ്മൾ വെന്തിട്ടുള്ള ചപ്പാത്തി മാത്രം ഒന്ന് വെന്ത് കിട്ടാൽ മതി. എന്നിട്ട് ഇതിനെ മുകളിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യാണ് ഇടാൻ പോകുന്നത്. ഇതാ അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞ പോലെ ബട്ടർ അല്ലെങ്കിൽ ഗീ ആണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ഇതിനെ പെതുക്കെ തിരിച്ചിടും. കൈ പൊള്ളിക്കരുത് തിരിച്ചിടുമ്പോൾ. എനിക്ക് കാരണം ഇത് ശീലമാണ് കൈ കൊണ്ട് ചെയ്യുന്നത്. അങ്ങനത്തെ തിരിച്ചിട്ട് റെഡി. കണ്ടോ, ഇതിനെ എടുത്തിനെ മാറ്റി വെച്ചിട്ട് അടുത്തത് ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. ഇത് തൈരാണ്. തൈരിൻ്റെ മുകളിൽ നമ്മൾ ഒരു തരി മുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ്, ഞാനിപ്പോൾ ഒരു തരി ഇടുന്നുള്ളൂ, ഒരു നുള്ള് മസാലപ്പൊടി. ആംചൂർ പൗഡർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കട്ട് ചെയ്തിട്ട് തുറന്ന് കാണിക്കാം. ദേ കണ്ടോ, മസാല അതിനകത്ത് ഉള്ളത്. കണ്ടോ, മസാല ഫുൾ സ്പ്രെഡായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ പറാട്ട ഇരിക്കുന്നത്. അതെ, ഇതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ തൈര്, എന്നിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്, അതും കൂടി എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് അച്ചാർ, ഇത് ജാതിക്ക അച്ചാറാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം നിങ്ങൾ ജാതിക്ക അച്ചാറോ ഏതാ അച്ചാർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് കഴിക്കാം. As I always say, cooking is an art. Cook it with love, eat it with love, and eat it with a smile. Serve it with a smile. Those who are watching our channel for the first time, like, share, comment, and subscribe. Jai Hind.